ചുമ, ഛർദിൽ, ലൂസ് മോഷൻ, വയറുവേദന, തലവേദന, തലക്കറക്കം, ജലദോഷം, പനി, അങ്ങനെ എല്ലാം ഒരു ലോഡുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ചെയ്യാത്ത, എൻ്റെ ചാനലിൽ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ്. പാക്കിംഗ് വീഡിയോ. അതായത് ഞങ്ങൾ ചെറുതായിട്ടൊരു ട്രിപ്പ് പോവാണ്, കുളു മണാലി. അപ്പം ഞാൻ എന്തായാലും സർപ്രൈസ് ഒന്നും വെക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ കാണുമ്പോൾ കുറച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു എന്നാൽ പറയാം. സ്ഥലങ്ങളൊക്കെ ഞാൻ ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പാക്ക് ചെയ്യാണ് നമ്മൾ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ ഒരു സാധനങ്ങൾ വാങ്ങിയിട്ടില്ല. കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിയെന്നല്ലാതെ ഭയങ്കര അതിനായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. പക്ഷേ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചു, സ്വെറ്ററും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങളതെല്ലാം ഡൽഹി പോയി വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കാരണം ഇവിടെ നിന്ന് എല്ലാ വെയിറ്റും കൂടെ കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ വാങ്ങാനും ടൈം കിട്ടിയില്ല. അതൊരു വേറൊരു കാര്യം. ഞങ്ങൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് ടൈമുണ്ട്. നമ്മൾ രാവിലെ തന്നെ ഒരു 10 മണിക്ക് അവിടെ എത്തും. പിന്നെ നമുക്ക് വൈകിട്ട് ഈവനിങ് ആണ് ബസ്സിൽ നമ്മൾ മണാലിക്ക് പോകുന്നത്. അപ്പോൾ അതുവരെ ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിനിടയ്ക്ക് നമ്മൾ വാങ്ങാം എന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ അത്യാവശ്യമായിട്ട് വാങ്ങിയ ഒരു സാധനം ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് തെർമൽ വെയർ. ഇത് സംഭവം എനിക്കങ്ങനെ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടപ്പം അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. തെർമൽ വെയർ എന്തായാലും ഭയങ്കര തണുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഉള്ളിൽ ഇടാനായിട്ട് ഇങ്ങനെ ഒരു ഉടുപ്പും ഇങ്ങനെ ഒരു പാൻറ്റ് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാൻ മീഷോന്നാണ് വാങ്ങിയിട്ടുള്ളത്. അതെ, മീഷോന്നാണ് വാങ്ങിയത്. ഇത് ജസ്റ്റ് 300 ആ ഒരു റേഞ്ചിന് കിട്ടിയിട്ടാ. പക്ഷേ ഞാൻ ഒരെണ്ണം എന്താ പറയുക, ഒരു ധൈര്യത്തിന് വാങ്ങി വെച്ചതാണ്. ഇനി അഥവാ അവിടെ ചെന്ന് ഒത്തിരി തണുപ്പാണെങ്കിൽ ബുദ്ധിമുട്ടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സെറ്റ് എടുത്തതാണ്. അപ്പോൾ എൻ്റെ ബാഗൊന്നും ഇതെൻ്റെ കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ബാഗാണ് കേട്ടോ. ഇതിൽ ട്രോളി എൻ്റെ കോളേജ് ടൂർ തൊട്ടുള്ള എൻ്റെ കൂടെയുള്ളൊരു ബാഗാണ്. എല്ലാത്തിനും എനിക്ക് അത്രയും കംഫർട്ടബിളാണ്. കാരണം നല്ല ഒതുങ്ങി, ഭയങ്കര വലുതുമല്ല എന്നാൽ ഒത്തിരി ചെറുതുമല്ല, ഒത്തിരി സാധനങ്ങൾ കൊള്ളുകയും ചെയ്യും, ട്രോളിയായിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഈ ബാഗാണ് എപ്പോഴും എടുക്കാറ്. അപ്പോൾ ഈ ബാഗിൽ തന്നെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇനി എക്സ്ട്രാ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ അവിടെ നിന്നൊരു ബാഗ് വാങ്ങി അതിലുള്ളിലാക്കി തിരിച്ചു കൊണ്ടുവരാമെന്നാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഞാൻ എൻ്റെ ബാഗിലാക്കാൻ പോകുന്നത്. പിന്നെന്താ, പിന്നെ ഇതൊക്കെ മിക്കവാറും അഴുക്കാം. പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഒരു സ്വെറ്റർ പോലെ, ഇതിൻ്റെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടു കേട്ടോ. ഇതിന് ഞാൻ ഷോർട്ട് വീഡിയോ ഇടാം. ഇത് നല്ല നല്ല അത്യാവശ്യം കട്ടിയുണ്ട്. ഭയങ്കര കട്ടിയെന്നല്ല, അത്യാവശ്യം കട്ടിയുള്ള ഒരു മെറ്റീരിയൽ, ഒരു ജാക്കറ്റ് പോലത്തെ ഒരു ഡ്രസ്സാണ്. ഞാനിത് മീഷോയിൽ കണ്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ പ്രൈസ് ജസ്റ്റ് 270 290 എന്തോ ആ ഒരു റേഞ്ചിനാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ആ ഒരു റേഞ്ചിന് അടിപൊളി സാധനം. ഞാനിത് ഒന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ചിരുന്നിട്ട് ഞാൻ മീഷോയിൽ കണ്ടപ്പോൾ വാങ്ങിയതാണ്. മീഷോയിൽ ഇത്രയും റേഞ്ച് കുറവായി. പക്ഷെ ഞാൻ എക്സൽ സൈസാണ് എടുത്തതേ. അത് ഭയങ്കര കുറച്ച് വലുതായിപ്പോയി എനിക്ക്. എന്താ ചെയ്യുക, കുറച്ച് കൂടുതൽ വലുതായിപ്പോയി. ലാർജ് എടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അപ്പോൾ ഇതാണ് സംഭവം. ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. ഇങ്ങനെ ഒരു ജാക്കറ്റ് പോലെ ഇരിക്കും. അത്യാവശ്യം ഇത് 270 റുപ്പീസിനൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ മീഷോ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കാരണം അത്രയും നല്ല ക്വാളിറ്റി, വൈറ്റായിട്ട് ഒരു അഴുക്ക് പോലും ഇല്ല. അത്രയും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഡൽഹി ചെന്ന് നമ്മൾ വാങ്ങുമ്പം അവിടുത്തെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണെന്നൊന്നും, അവിടെ ഭയങ്കര ലോ ബഡ്ജറ്റ് ആണെന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടൊരു ഞാൻ ഇട്ടിട്ട് പോകാം. ഞാൻ വിചാരിച്ചു ഡൽഹിയിൽ ഇപ്പോൾ ഭയങ്കര തണുപ്പാണെന്നാണ് കേട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇട്ടിട്ട് പോകാം. അതാകുമ്പോൾ കുറച്ച് അവിടെ ചെന്നാലും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്വെറ്ററെന്നോ ജാക്കറ്റെന്നോ എന്ത് വേണമെങ്കിലും പറയാം, അങ്ങനെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ എൻ്റെ കയ്യിലുള്ള, ഞാൻ വേറെ കൂടുതലൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള തന്നെ 1-2 സ്വെറ്റ് ഷർട്ട്, കുറച്ച് കട്ടിയുള്ള, എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കൂടുതലൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. കാരണം അവിടെ പോയി ഇവിടെ നിന്ന് ഒത്തിരി വാങ്ങിക്കൊണ്ട് പോയിട്ട് നമ്മൾ കാര്യമില്ല. പുറത്ത് ജാക്കറ്റും ഉള്ളിലിടുന്ന ഡ്രസ്സുകൾ അധികം കാണില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ യൂസ് അധികം വരുന്നില്ല. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളൊരു സ്വെറ്റ് ഷർട്ടാണ് ഇത്. പിന്നെ ഞാൻ യൂസ് ചെയ്ത് ഡെയിലി
വേറെയൊക്കെ യൂസ് ചെയ്യുന്ന 1-2 അപ്പോൾ ഇത് 2 ഞാൻ എക്സ്ട്രാ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് വേറെ. പിന്നെന്താ, പിന്നെ 1-2 ജീൻസുകളാണ് ഞാൻ എടുത്തത്. ജീൻസ് നമുക്ക് വേണമല്ലോ. ഇത് പക്ഷേ എന്താ അറിയോ, റിബ്ഡ് ജീൻസാണ്, അതായത് ഇങ്ങനെ കീറിയിരിക്കുന്നതാണ്. ഉള്ളിൽ ഏതെങ്കിലും പാൻറ് ഇട്ടിട്ട് വേണം ഇടാൻ, തണുപ്പാണെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ 1-2 ജീൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ജീൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടിയുള്ള പാൻറ്റ്സ് ആണ് എപ്പോഴും നല്ലത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ. അപ്പോൾ അതിനായിട്ട് ജീൻസ് എപ്പോഴും എടുത്ത് വെക്കുന്നത്, ജീൻസ് അല്ലെങ്കിൽ പാൻറ്റ്സ് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ 2 ജീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ടീഷർട്ട്സ് നമുക്ക് അത്യാവശ്യം എന്താ പറയുക, ഇപ്പം തെർമൽ വെയറിൻ്റെ അല്ലാതെ തന്നെ ഉള്ളിലിടാനായിട്ട് ഭയങ്കര തണുപ്പൊക്കെ ആണെങ്കിലും എങ്ങനെയായാലും ടീഷർട്ട്സ് വേണമല്ലോ. അങ്ങനെ ഞാൻ 1-2 ടീഷർട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കളേഴ്സിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറൊരു കളർ, ഒരു വൈറ്റും ഒരു പിങ്കും, പിന്നെ വേറെ ഒന്നും കൂടി ഞാൻ എടുത്തു വെച്ചു. അത് ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ ഇതെല്ലാം ഒരുമിച്ചല്ല, ഓരോരോ സെപ്പറേറ്റ് ഇതിലായിട്ട് വെച്ചു. പിന്നെ ഒരു എക്സ്ട്രാ ഞാൻ ഓൺലൈൻ വാങ്ങിയൊരു ഡ്രസ്സാട്ടോ, ഒരു ബ്ലൂ കളറ്, ഒരു കുഞ്ഞല്ല, ഒരു കുട്ടി ഗൗൺ പോലെ വരുന്നൊരു ഡ്രസ്സാണ്. അപ്പോൾ ഇത് എവിടെ ഇടാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഇടാൻ പറ്റുവാണെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു വെച്ചു. അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഈ ഒരു പഫ് സ്ലീവ്സ്, കുട്ടി സ്ലീവാണ്. അങ്ങനെ വന്നിട്ട് നല്ല ബ്ലൂ കളർ, അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും ഇടാൻ പറ്റുവാണെങ്കിൽ ഇടാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ കുറേ ആവശ്യം വേണ്ട, നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത്, ഇനി ഞാൻ മീഷോന്ന് തന്നെ ഒരു ബൂട്ട്സ് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് അറിയോ? ഇത് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ബൂട്ട്സാണ്. ഇത് 300 ആയില്ല, 298 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. ചുമ്മാ മേടിച്ച് നോക്കിയതാണ്, പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ് ഈ ഒരു പ്രൈസിന്. പിന്നെ എന്താ പറയുക, ഇത് സ്റ്റിഫൊന്നും അല്ല കേട്ടോ. നമ്മൾ സാധാരണ ബൂട്ട്സ് എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം സ്റ്റിഫായിരിക്കണം. ഇത് നമ്മൾ നടക്കുമ്പോൾ കുറച്ച് ഒരു ഇതുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത് എന്താ പറയുക, ഫാൻസി ഐറ്റമാണിത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് വാങ്ങിയതേ ഉള്ളൂ, ചിലപ്പോഴേ കൊണ്ടുപോകുള്ളൂ. എനിക്ക് കൊണ്ടുപോകുമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാൻ വേറെ ഷൂസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കി ഐറ്റംസിലേക്ക് വരികയാണെങ്കിൽ, ഇനി ബാക്കി എന്താ, നമ്മുടെ ഗേൾസിന് മെയിനായിട്ട് വേണ്ടതാണല്ലോ. ഇതെൻ്റെ ഒരു പൗച്ചാണ്. ഇതെപ്പോഴും ഞാൻ കൊണ്ടുപോകുന്ന പൗച്ചാണ്. ഞാൻ വിചാരിച്ചു ഇത് തന്നെ അങ്ങ് കൊണ്ടുപോകാം. ഇതിലെൻ്റെ സൺസ്ക്രീൻ ഞാൻ കാണിച്ചു തരാം, ഇതിലെന്തൊക്കെ ഉണ്ടെന്ന്. ഇത് ഞാൻ 2 പൗച്ചായിട്ടാണ് എടുത്തത്. ഓക്കെ, 2 പൗച്ചായിട്ടാണ് എടുത്തത്. അതായത് ഇതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എന്താ പറയുക, സൺസ്ക്രീനുണ്ട്, പിന്നെ ഹെയർ സെറം ഉണ്ട്, പിന്നെ നമ്മുടെ ഫേസിലിടുന്ന BB ക്രീം, പിന്നെ അല്ലാത്ത ക്രീമുകൾ, പിന്നെ എന്തൊക്കെയാണ്, ടോണർ, മോയ്സ്ചറൈസർ, പിന്നെ നമ്മുടെ ഐബ്രോ പെൻസിൽ, പിന്നെ ലിപ് ബാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതൊക്കെയാണ് ഈ ഒരു പൗച്ചിൽ. ഈ ഒരു പൗച്ചായിട്ട് തന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. വേറെ സെപ്പറേറ്റ് അങ്ങനെയൊന്നും എടുക്കുന്നില്ല. പിന്നെ ഞാനൊരു സാധനം വാങ്ങിയിട്ടുള്ളത്, ഓക്കെ, പൗച്ച് എടുത്തു. പിന്നെ ടോയ്ലറ്ററി ഐറ്റംസ്, അതായത് നമ്മുടെ ഫേസ് വാഷ്, സോപ്പ്, ചീപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഞാൻ വേറൊരു പൗച്ചിലാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ അറിയോ, ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയൊരു സാധനം. ഇത് കുറേ കവറുകളാണ്. നമുക്ക് ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ഈ ഒരു കവറിൽ നിന്ന് ഞാൻ ഒരു പൗച്ച് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു, എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ. അപ്പോൾ അത് പല സൈസിൽ കിട്ടും. ഇതാണ്ടോ, ഇച്ചിരി ചെറുത്, അതിന്നും ചെറുത്, പിന്നെ ഇങ്ങനെ ഒരു സൈസിൽ. അപ്പോൾ ഇതൊന്ന് ഞാൻ ഒരെണ്ണെടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഭയങ്കര കട്ടിയുള്ള കവറൊന്നും അല്ല കേട്ടോ, ഭയങ്കര അത്യാവശ്യം തിന്നായിട്ടുള്ള കവറാണ് ഇത്. നമുക്ക് എന്താ പറയുക, ഇതിലൊരു കവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇട്ട് സെപ്പറേറ്റ് കൊണ്ടുപോകാമല്ലോ. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഒരു കോട്ടൺ പാഡ് ഞാൻ ഫേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു കവറിലാക്കി സൂക്ഷിച്ച് നമുക്ക് ഇതിലേക്ക് വെക്കാം. അതായത് ഒത്തിരി അഴുക്കും പൊടിയൊന്നും ആവാതെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ
മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ടാബ്ലറ്റ്സ്. ഒരു കവർ ടാബ്ലറ്റ് എല്ലാം കൂടിയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ചുമ, ഛർദിൽ, ലൂസ് മോഷൻ, വയറുവേദന, തലവേദന, തലക്കറക്കം, ജലദോഷം, പനി, അങ്ങനെ എല്ലാം ഒരു ലോഡുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ പോകരുത്. ഭയങ്കര എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഏതിൻ്റെ ടാബ്ലറ്റാണ്. ഇതെന്താ സാധനം എഴുതിയിട്ട്? ഇത് നമ്മുടെ വിക്സ് മുട്ടായി, അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പുതിനാര അറിയാമല്ലോ, ഗ്യാസ് ട്രബിൾ വന്നാൽ. പിന്നെ ഒരു സ്ട്രെപ്സിൽസ്, ഇതൊക്കെ നമ്മൾ അത്യാവശ്യമായിട്ട് കയ്യിൽ കൊണ്ടുപോകണം കേട്ടോ ആ ടൈമിൽ. പിന്നെ അതിലൊരു സാധനം, പിന്നെ ഒരു കുട്ടി വിക്സ്. അപ്പോൾ ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അല്ലാതെ നമ്മൾ ബസ്സിലും ഒക്കെ ട്രാവൽ ചെയ്യുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ് ഉണ്ട്. പിന്നെ വോമിറ്റിംഗ് ഇതാണ്. ഇത് വയറുവേദനയ്ക്കുള്ള ടാബ്ലറ്റാണ്. പിന്നെ തലകറക്കം, തലവേദന, അങ്ങനെയെല്ലാം കൺസൾട്ട് ചെയ്തിട്ടാണ് എടുത്തോ. ഇതൊക്കെ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് വാങ്ങിയതാട്ടോ ഈ ടാബ്ലറ്റെല്ലാം. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഒരൊറ്റ പൗച്ചിലാക്കാൻ പോവാണ്. ഒറ്റ പൗച്ചിലെന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് വേറൊരു കുഞ്ഞി പൗച്ചിലും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനൊരു പൗച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു പൗച്ചിൽ നമ്മുടെ എന്തിടാം? ഓക്കെ, വിക്സ് ടാബ്ലറ്റ്സ് ഇടാം. വിക്സ് ഇട്ടു. പിന്നെ നമ്മുടെ സ്ട്രെപ്സിൽസ് ഇതും ഒരു ഇതിൽ തന്നെ ഇട്ടാൽ മതി, കാരണം നമുക്ക് അത്യാവശ്യം എടുക്കേണ്ട കാര്യങ്ങളാണല്ലോ. പിന്നെ പുതിനാരയും ഇതിൽ തന്നെ കിടന്നോട്ടെ, വിക്സും ഇതിൽ തന്നെ കിടക്കട്ടെ. ഇതെല്ലാം ഒരുമിച്ച് ഞാനിതാ ഇങ്ങനൊരു കവറിലാക്കി. ഇതാണ് ഈ ഒരു കവറിൻ്റെ യൂസ്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു കവർ വന്നിട്ട് ഈ ഒരു 3 സെറ്റായിട്ട് കേട്ടോ, കുഞ്ഞു കവറുകൾ. ഇത് ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ. ഇന്ന് ഞാൻ കുറച്ച് നാൾ മുന്നേ ഓർഡർ ചെയ്താൽ ഇന്ന് വന്നു സംഭവം. അപ്പോൾ ഭയങ്കര യൂസായിട്ട് തോന്നി. 170 എത്രയേ ഉള്ളൂ. ഇത്രയും കുറേ എമൗണ്ട് ഉണ്ട്, കുറേ കവറുകളുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം യൂസാക്കാൻ അങ്ങനെ ഒരു ഇത്. പിന്നെ ടാബ്ലറ്റുകളെല്ലാം കൂടി നമുക്ക് വേറൊരു കവറിലാക്കാം. ടാബ്ലറ്റുകൾ ഇത് രണ്ടും വേറൊരു കവറിൽ, ഇത് വേറൊരു കവറിലും പൗച്ചിലും ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കുറേ ഇതുപോലുള്ള സ്ക്രഞ്ചീസ് ആയിട്ടാണ്. ഇത് ഞാൻ കുറച്ച് നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചത്. ഇത് 12 എണ്ണം എനിക്ക് 119 രൂപയ്ക്കാണ് കിട്ടിയത്, മീഷോന്ന് കിട്ടിയതാണ്. അപ്പം ഞാനിതിന്ന് കുറച്ചെടുത്ത് എൻ്റെ പാക്കിലാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ സ്ക്രഞ്ചീസ് റെഡി ആയിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഇതിങ്ങനെ നല്ല ഗ്യാസ് കളഞ്ഞൊരു വെച്ചാൽ മതി. അപ്പോൾ നല്ല ഇങ്ങനെ ഇരിക്കും കണ്ടോ, ഗ്യാസ് കളഞ്ഞ് വെച്ചപ്പോൾ നല്ല ചപ്പിയിരിക്കുന്നു. അതുപോലെ തന്നെ ടാബ്ലറ്റിൻ്റെ ഇനി എന്താ വേണ്ടത്? തളർന്നു. ഇയറിങ്സ് ഞാൻ ഇടാനുള്ളതെല്ലാം ഞാൻ ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റഡുകളും പിന്നെ വലിയ ജിമിക്കൊന്നും ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ കുറച്ച് 1-2 ഇയറിങ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഹൂപ്സ് ഉണ്ടോ, ഹൂപ്സ് വെച്ചിട്ടുണ്ട്. ഹൂപ്സ് ആയിരിക്കും കൂടുതൽ ഇടാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ടിഷ്യൂ ഇതുപോലുള്ള കുഞ്ഞ് പാക്ക് ഞാൻ വാങ്ങി വെച്ചതാണ്, അതൊരെണ്ണം വെച്ചു. അപ്പോൾ ഇത്രയാണ് വെക്കാനുള്ള കാര്യങ്ങൾ. ഇനി വേറെന്തോ ഒരു സാധനം, വേറെ ഞാൻ ഇന്ന് മീഷോന്ന് വന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ ഓർഡർ ചെയ്തിരുന്നതാണ്. ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഇതെന്താണെന്ന് മനസ്സിലായോ? നല്ല വാമായിട്ടുള്ള സോക്സാണ്. നിങ്ങൾ മണാലി പോകുമ്പോൾ മണാലിയിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനവും പ്രത്യേകിച്ചൊന്നും കാണത്തില്ല, കാരണം ഞാനതൊന്നും വാങ്ങിയിട്ടില്ല. അതെല്ലാം ഞാൻ ക്യാപ്പ്, പിന്നെന്താ സോക്സ്. ഇത് ഭയങ്കര കട്ടിയുള്ള സോക്സ് അല്ല കേട്ടോ, ഇത് അത്യാവശ്യം ഇടാൻ പറ്റിയ തിന്നായിട്ടുള്ള സോക്സ്. ഇതൊരു 6 സെറ്റാണെന്ന് തോന്നുന്നു. അല്ല 6 അല്ല, 2, 3, 4, 5 സെറ്റാണ്. 5 എണ്ണം ഉള്ള ഒരു സെറ്റാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു അത്യാവശ്യത്തിന് വാങ്ങിയതാണ്, എന്തെങ്കിലും ആവശ്യത്തിന്. ഭയങ്കര തണുപ്പാണെങ്കിൽ എന്തോ വൂളൻ സോക്സോ കുറച്ച് കട്ടിയുള്ള സോക്സ് വേണം. അതെല്ലാം നമ്മൾ അവിടെ നിന്ന് മേടിക്കാനിരിക്കുക. ഇവിടെ നിന്ന് ഒരു
അത്യാവശ്യത്തിന് കൊണ്ടു, അഥവാ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇടണമല്ലോ. അങ്ങനെ 5 പെയർ സോക്സാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതും നമുക്ക് ഒരു കവറിലാക്കി വെക്കാം. കാരണം കട്ടിയുള്ള സോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സോക്സ് ഒന്നും ഇട്ടാൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഇതുപോലെ 2 പാക്ക് ചെയ്ത് ഞാൻ വെക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു ബാഗല്ലാതെ ഈ ഒരു ബാഗും കൂടി എടുക്കുന്നുണ്ട്. ഈ ഒരു ബാഗ് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഈ മീഷോന്ന് വാങ്ങിയ സാധനങ്ങളുടെ ലിങ്കൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ, ഏതെങ്കിലും വേണമെങ്കിൽ. ഇതിൽ ഞാൻ നമ്മുടെ അത്യാവശ്യം നമുക്ക് എടുക്കേണ്ട സാധനങ്ങൾ, അത്യാവശ്യം എന്ന് പറയുമ്പോൾ ലിപ്സ്റ്റിക്ക്, ഓക്കെ, മെസ്സേജ് വന്നത്, പിന്നെ ഹെയർ ക്ലിപ്സ്, പിന്നെന്താ ഒരു അത്യാവശ്യത്തിനൊരു കോമ്പ്, പിന്നെ ഹെഡ്സെറ്റ്, പിന്നെ നമ്മുടെ ഫോണ്, പൗച്ച്, കാർഡ്സ്, അതെല്ലാം ഞാൻ ഈ ഒരു ബാഗിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാഗും മാത്രമാണ്. ചാർജറും കാര്യങ്ങളൊക്കെ ഈ ബാഗിൻ്റെ സൈഡിൽ തന്നെ വെക്കാം. പിന്നെന്താ, ഓക്കെ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ. കാണിച്ചു തന്നത് എന്ന് പറയുന്നത് ഭയങ്കര പാക്കിംഗ് വീഡിയോ ഒന്നുമല്ല. ഞാനൊരു ലോക്കൽ കുട്ടി ഒരു ചെറിയ പാക്കിംഗ് വീഡിയോ കാണിച്ചതാണ്. കാരണം അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം കൊണ്ട്, കാരണം നിങ്ങൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പം വെയിറ്റിനൊരു ഒത്തിരി സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ടാന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ടൈമും ഉണ്ട്. അപ്പോൾ നമുക്ക് അത്രയും എന്തായാലും പർച്ചേസിങ്ങിന് പോകുന്നുണ്ട്. അപ്പം അവിടുത്തെ സാധനങ്ങൾ കുറേ നമുക്ക് മേടിക്കാനും പറ്റും. അപ്പോൾ അവിടെ നിന്നൊരു ബാഗ് വാങ്ങി എല്ലാ സാധനങ്ങളും കൂടി മേടിക്കാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ തിരിച്ചു വരുന്ന ദിവസവും നമുക്ക് ഫ്ലൈറ്റ് രാത്രിയാണ്. തിരിച്ചു വരുന്ന നമ്മൾ ഒരു രാവിലെ 7-8 നമ്മൾ വീണ്ടും ഡൽഹിയിലെത്തും. എന്നിട്ട് നമ്മൾ 1 ഡേ ഫുൾ വീണ്ടും ഡൽഹിയിലാണ് ഉള്ളത്. പക്ഷേ നമുക്ക് താജ്മഹലൊന്നും കാണാൻ പറ്റില്ല, കാരണം അത് ആഗ്ര പോകണം. ആഗ്ര എന്തായാലും നമുക്ക് 2 ദിവസം പോകാൻ പറ്റത്തില്ല. കാരണം നമ്മൾ തിരിച്ചു വരുന്നത് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ എന്തായാലും താജ്മഹൽ കാണാൻ പറ്റത്തില്ല. ബാക്കി അങ്ങോട്ട് പോകുന്ന ദിവസം ഒട്ടും നടക്കത്തില്ല. അപ്പോൾ അത് ക്യാൻസൽ ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഉള്ളത്, എനിക്കെപ്പോഴും ഷോപ്പിംഗ്. അപ്പം ഗിജുവേട്ടനാണെങ്കിൽ ഇതൊക്കെ എവിടെ പോകണം, എവിടെ കാണാം എന്നുള്ള പ്ലാനിൽ ഇരിക്കുവാണ്. അപ്പോൾ അവിടുത്തെ സ്ട്രീറ്റ് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ഞാൻ കൊണ്ടുപോകുന്നത്. എൻ്റെ ഹെഡ്സെറ്റ്, മൈക്ക്, ഫോണ്, ഇതെല്ലാം ഒരു പൗച്ചിലിടണം. ഞാനൊരു ബാക്ക് പാക്ക് വാങ്ങണം എന്ന് വിചാരിച്ചാൽ പക്ഷേ നടന്നില്ല. അതും ഞാനിപ്പം അവിടെ നിന്ന് വാങ്ങാം എന്നുള്ള ഇതിലാണ്. കാരണം അത്യാവശ്യത്തിന് വാട്ടർ ബോട്ടിൽ കാര്യങ്ങൾ ഒക്കെ കൊണ്ടുപോകണല്ലോ. ഹാൻഡ് ബാഗ് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഹാൻഡ് ബാഗ് കുറച്ച് ചിലപ്പം ഇങ്ങനെ ഞാൻ വീണ്ടും ഈ ഒരു ബാഗല്ലാതെ വീണ്ടും ഹാൻഡ് ബാഗ് കൊണ്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് അത് ഞാൻ എടുക്കുന്നില്ല ഗായ്സ്. പിന്നെ 1-2 ഹുഡി കൂടി, എൻ്റെ അനിയത്തിയുടെ ഒരു ഹുഡിയും എൻ്റെ ഒരു ഹുഡിയും ഞാൻ ഹെയർ ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കുന്നില്ലേ. ഞാൻ ഇന്നലെ പോയി വീണ്ടും റൂട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയില്ലേ. കുറച്ച് നാൾ മുമ്പ് വരെ കുറച്ച് കേളി ആയില്ലായിരുന്നോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം മണാലി, ഡൽഹി എല്ലാം ഞാൻ നിങ്ങൾക്ക് വരുന്ന വീഡിയോയിൽ വ്ളോഗായിട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടുത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളും പിന്നെ അവിടെ നിന്ന് മേടിക്കുന്ന സാധനങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും എല്ലാം. അപ്പോൾ അതൊന്നും മിസ്സാവാതിരിക്കാൻ ഡെയിലി വീഡിയോ ഇടുമെന്ന് പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം എഡിറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഇരിക്കും കേട്ടോ. കുറച്ച് ടൈം എടുക്കും, എന്നാലും ഞാൻ വീഡിയോ ഇടും. അപ്പോൾ അതൊക്കെ റെഗുലറായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ കുട്ടി വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് കേട്ടോ. ബൈ.